എൻ്റെ മക്കള് ആ ആക്രിയിൽ മോളിൽ കയറി ഇരുന്നിട്ട് പോലും അത് വീണിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് ഇത്രയും പൊക്കമുള്ളിടത്ത് അങ്ങ് വീണു, 2 കൈ ഒടിഞ്ഞ്. എൻ്റെ മോനെ റോഡിൽ കയറ്റിയിട്ടെങ്കിൽ അത് എവിടെയെങ്കിലും പോയി ജീവിച്ചിന് ആരെങ്കിലും എടുത്തോണ്ട് പോയനായിരുന്നു. 1.5 വയസ്സുകാരൻ നേരിട്ടത് അതിക്രൂരമായ മർദ്ദനം എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരികയാണ്. കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിലടക്കം ആഴത്തിൽ മുറിവുകളുണ്ട്. ശരീരത്തിൽ 51 മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് ഞാൻ പിന്നാലെ പോയതാണ്. ഈ കുട്ടിയുടെ കാലിലെ മുറിവ് വേണ്ടി ഇവനോട് ആദ്യമായിട്ട് ചോദിക്കുകയാണ്. കുട്ടിയുടെ കാലിലെ മുറിവ് എന്താ? സിഗരറ്റ് കുറ്റി വെച്ച് കുത്തിയതുപോലുള്ള പാടായിരുന്നു. ഏകദേശം 6ഓളം പാടി കുട്ടിയുടെ ഭാഗത്തുണ്ടായിരുന്നു. ഇവന്റെ അളിയൻ അൻസൽ എന്ന് പറയുന്ന ഇവന്റെ അളിയൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവൻ പറഞ്ഞ കാര്യമാണ്. കയറി വരുമ്പോൾ ഈ കുട്ടി കണ്ണ് രണ്ടും അടച്ച് തല കുമ്പിട്ട് കിടക്കുന്ന കുട്ടിക്ക് ഇവൻ ചോറ് വാരി കൊടുക്കുകയാണ്. അതായത് അവൻ കുട്ടിയെ മുൻപ് കൊന്നിട്ട് ചോറ് കൊടുത്തപ്പോൾ മരിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ ഇവന്റെ അളിയനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വേണ്ടി ഇവൻ ചോറ് വാരി കൊടുത്തോണ്ടിരിക്കും. മരിച്ച കുട്ടിക്കാണ് അവൻ ചോറ് വാരി കൊടുത്തത്. അപ്പൊ ഇതില് മരിച്ചു കിടക്കുമ്പോൾ എടുത്തൊരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോത്തിന്റെ കാലിന്റെ അടിയിലുണ്ട് പൊള്ളലേറ്റൊരു അടയാളം. 51 പരിക്കുകൾ അതിന്റെ ശരീരത്തിൽ. 51 ആ ശരീരം ഫുള്ള് പരിക്ക് തന്നെ പറയാം. 51 പരിക്ക് അതിന്റെ ശരീരത്തിൽ. പൊള്ളലേൽപ്പിച്ചതോ സിഗരറ്റിനോട് കുത്തി പൊള്ളലേൽപ്പിച്ചതോ അല്ലാത്തതൊക്കെ ആയിട്ട് ജനങ്ങള് അവനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ അവനെ തച്ച് അവനെ ആക്രമിക്കാൻ ശ്രമിച്ചെന്നൊക്കെ വലിയ വാർത്തയായിട്ട് കൊടുക്കണ്ടല്ലോ. ആക്രമിക്കൂലേ? മക്കളുള്ള ഏതൊരു അച്ഛനും ആക്രമിച്ചു പോകില്ലേ?